ഹായ് ഫ്രണ്ട്സ്, ഞാൻ വീണ്ടും വന്നു കേട്ടോ. ഇന്നത്തെ വീഡിയോ പ്ലാസ്റ്റിക് ബോട്ടിലുകളും അക്രിലിക് ഗോൾഡ് മിറർ ഷീറ്റും കാർഡ്ബോർഡും ഒക്കെ ഉപയോഗിച്ചുള്ള ഒരു മനോഹരമായ ഹാങ്ങിങ് ഐറ്റമാണ്. ഇതിനായി ആദ്യം പ്ലാസ്റ്റിക് കുപ്പികൾ കട്ട് ചെയ്ത് ചെറിയ വളയങ്ങളാക്കി മാറ്റണം. 2 വലുപ്പത്തിലുള്ള വ്യത്യസ്ത നിറങ്ങളിലുള്ള കുപ്പികളാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഒരേ കളറിലുള്ള വലുതും ചെറുതുമായ കുപ്പികളാണെങ്കിലും മതി. കട്ട് ചെയ്ത വളയങ്ങൾ വീഡിയോയിലെ പോലെ അകത്തോട്ടും പുറത്തോട്ടുമൊക്കെ മടക്കി ലവ് ഷേപ്പിലാക്കണം. 12 വലിയതും 12 ചെറിയതും വെച്ച് വേണം ഇവ. നൂലിൽ കോർത്ത് തൂക്കിയിടുവാനുള്ള ഐറ്റം ആയതിനാൽ മടക്കിയതിന്റെ നടുക്ക് ഒരു ഹോൾ ഇടണം കേട്ടോ. കമ്പിളി നൂലില്ലാഞ്ഞതിനാൽ ഞാൻ എൻ്റെ കയ്യിലുള്ള എംബ്രോയിഡറി നൂല് പലതവണ മടക്കിയെടുത്ത് ഇത്തിരി കട്ടിയുള്ള നൂലാക്കിയാണ് ഇതിൽ ഉപയോഗിച്ചത്. 3 സെറ്റ് നൂലുകൾ വേണം കേട്ടോ. ഒരു വലുത്, അതിനേക്കാൾ കുറച്ച് നീളം കുറഞ്ഞ 6 എണ്ണമുള്ള ഒരു സെറ്റ്, പിന്നെ അതിലും നീളം കുറഞ്ഞ 6 എണ്ണമുള്ള മറ്റൊരു സെറ്റ്, അങ്ങനെ. പിന്നെ നൂലിനറ്റത്തിടാൻ വേണ്ടി ആ നൂല് കൊണ്ട് തന്നെ ഞാൻ കുഞ്ചലവും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഒരേ അളവിൽ നൂൽ ചുറ്റി എടുത്ത് നടുക്ക് മുറുക്കി കെട്ടി മറുഭാഗം മുറിച്ചെടുത്ത് കുഞ്ചലമുണ്ടാക്കാൻ എളുപ്പമാണ്. ഇതിന് കട്ടി കുറഞ്ഞ നൂലാണ് നല്ലത്. പിന്നെ ഇതൊക്കെ കോർത്തിടുന്നത് ഒരു കാർഡ്ബോർഡ് റൗണ്ടിൽ മുറിച്ചെടുത്തിട്ട് അതിലാണ്. ഈ കാർഡ്ബോർഡ് 12 തുല്യ ഭാഗങ്ങളായി അടയാളപ്പെടുത്തി വരയിടണം. എന്നിട്ട് നടുക്ക് നിന്ന് കാർഡ്ബോർഡിന്റെ പകുതിക്ക് വെച്ച് ഒരു റൗണ്ട് വരയ്ക്കണം. അതേപോലെ ഒരു വലിയ റൗണ്ട് കൂടെ കാർഡ്ബോർഡിന്റെ അറ്റത്തു നിന്ന് ഇത്തിരി സ്ഥലം വിട്ട് അകത്തോട്ട് കയറ്റി വരയ്ക്കണം. പിന്നെ ഈ റൗണ്ടുകളിൽ തുല്യ ഭാഗങ്ങളായി അടയാളപ്പെടുത്തിയ വരയിലൂടെ ഒന്നിടവിട്ട് 6 ഹോളുകൾ ഇടണം. അതായത് അകത്തെ വൃത്തത്തിലെ ഈ 2 ഹോളിനും നടുക്കായിട്ട് ആയിരിക്കണം പുറത്തെ വൃത്തത്തിലെ ഹോളുകൾ വരേണ്ടത്. പിന്നെ കാർഡ്ബോർഡിന്റെ മറുവശത്ത് പെയിന്റ് കൊടുത്ത് മനോഹരമാക്കുന്നു. എൻ്റെ കയ്യിലുള്ള അക്രിലിക് ഗോൾഡ് മിറർ പീസുകൾ ഞാൻ ചതുരാകൃതിയിലും ത്രികോണാകൃതിയിലുമൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. 18 പീസ് വെച്ചുണ്ട് രണ്ടും. ഈ മിറർ പീസിന് പകരം നമുക്ക് കാർഡ്ബോർഡ് വിവിധ ഷേപ്പിൽ മുറിച്ച് തിളങ്ങുന്ന പ്ലാസ്റ്റിക് ഗിഫ്റ്റ് റാപ്പിംഗ് കവറുകൾ ഒട്ടിച്ചെടുത്തും ഇതുപോലെയൊക്കെ ഉപയോഗിക്കാം. അങ്ങനെ വേണ്ട സാധനങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് ഇനി ഇവയൊക്കെ അറേഞ്ച് ചെയ്തെടുക്കാം. ആദ്യം ഉള്ളിലെ വൃത്തത്തിന് അകത്തുകൂടെ ത്രികോണാകൃതിയിലുള്ള മിറർ പീസുകൾ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ത്രികോണങ്ങൾ ഒട്ടിക്കുമ്പോൾ തൊട്ടടുത്തുള്ള റൗണ്ടിലിട്ട ഹോളുകൾ 2 ത്രികോണങ്ങളുടെ അറ്റങ്ങൾ കൂടിച്ചേരുന്ന ഭാഗത്ത് നടുക്കായി വരുന്ന രീതിയിൽ വേണം ഒട്ടിക്കാൻ. പിന്നെ ഇട്ട ഓരോ ഹോളിലും നൂൽ കോർത്ത് ഇവയൊക്കെ സെറ്റാക്കാം. നൂലിൽ ആദ്യം വലിയ ലവ് ഇട്ടു. എന്നിട്ട് ആ നൂലിൽ കെട്ടിട്ട് അതിന്റെ സ്ഥാനം ഉറപ്പിക്കുന്നു. പിന്നെ അതിൽ നിന്ന് കുറച്ച് താഴെ ചതുരത്തിലെ മിറർ ഒട്ടിക്കുന്നു. പിന്നെ കുറച്ച് താഴെ ചെറിയ ലവ് പീസ് കോർത്ത് കെട്ടി ഇട്ട് ഉറപ്പിക്കുന്നു. അതിലും കുറച്ച് താഴെ ത്രികോണാകൃതിയിലെ മിറർ ഒട്ടിക്കുന്നു. ഏറ്റവും ലാസ്റ്റ് കുഞ്ചലം കെട്ടുന്നു. എന്നിട്ട് ഇത്തിരി പശ പുരട്ടി ആ കുഞ്ചലം സെറ്റാക്കുന്നു. എന്നിട്ട് അവയുടെ നൂലുകൾ ഒരേ ലെവലിൽ കട്ട് ചെയ്യണം കേട്ടോ. ഏകദേശം തുല്യ അളവിൽ വേണം താഴോട്ട് ഓരോന്നായി സെറ്റ് ചെയ്യാൻ. നൂൽ ഹോളിലൂടെ ഇട്ട് ഓരോന്നും ഒട്ടിക്കാൻ തുടങ്ങും മുമ്പ് നൂല് ഊരിപ്പോരാതിരിക്കാൻ കാർഡ്ബോർഡിന്റെ ബാക്ക് സൈഡിലുള്ള നൂലിനറ്റം കെട്ടിട്ട് വെക്കാൻ മറക്കല്ലേ. പിന്നെ ഈ മിറർ പീസുകളുടെ ബാക്കിൽ കൂടെ ഓരോ പീസ് കൂടെ ഒട്ടിച്ചാൽ ആ നൂലുകൾ കാണുകയുമില്ല. കറങ്ങുമ്പോൾ 2 സൈഡിലും ഗോൾഡൻ കളർ കാണുകയും ചെയ്യും. കൂടുതൽ ഭംഗിയാകും. മടിയുടെ അസ്കിത കൂടുതലായതുകൊണ്ടാണ് ഞാൻ അത് ചെയ്യാഞ്ഞത്. പകരം ഞാൻ ഏകദേശം ഇതിന്റെ ബാക്കിലെ കളറുമായി യോജിച്ചു പോകുന്ന പ്ലാസ്റ്റിക് ബോട്ടിലും കാർഡ്ബോർഡിലെ പെയിന്റും ഒക്കെ സെലക്ട് ചെയ്തു. എങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധി? പിന്നെ അകത്തെ റൗണ്ടിൽ ഒരേ വലുപ്പത്തിലുള്ള നൂലുകൾ വേണം കേട്ടോ. കാർഡ്ബോർഡിന്റെ നടുക്കുള്ള ഹോളിൽ അതിലും കൂടുതൽ നീളത്തിൽ ഉള്ള നൂൽ വേണം കോർക്കാൻ.
ഏറ്റവും നടുക്കുള്ള നൂലിൽ കുഞ്ചലം മാത്രം മതി കേട്ടോ. പിന്നെ പുറമേ ഉള്ള റൗണ്ടിൽ അതേ ഓർഡറിൽ ലവും മിററും സെറ്റ് ചെയ്യണം. ഈ നൂൽ അകത്തെ റൗണ്ടിനേക്കാൾ നീളം കുറവ് മതി. പിന്നെ ഈ വരിയിലെ ഐറ്റംസ് അകത്തെ വരിയിൽ സെറ്റ് ചെയ്തതിനേക്കാൾ അല്പം ഉയർത്തി വേണം സെറ്റാക്കാൻ. അല്ലെങ്കിൽ കൂട്ടയിടി നടക്കുമെന്നേ. പിന്നെ കാണാനും ഭംഗി പല ലെവലിൽ കിടക്കുന്നതാണ്. അപ്പോൾ 3 തട്ടുകളായാണ് നൂലുകൾ ഇടേണ്ടതെന്ന് മനസ്സിലായി കാണുമല്ലോ അല്ലേ? ഇനിയുള്ള സ്ക്വയർ ഷേപ്പ് മിറർ ഏറ്റവും പുറമെയുള്ള വൃത്തത്തിൽ നൂല് കൊടുത്തതിന് ഇടയ്ക്കുള്ള ഗ്യാപ്പിൽ വട്ടത്തിൽ ഒട്ടിച്ചെടുക്കാം കേട്ടോ. പിന്നെ ചതുരങ്ങളിലും ത്രികോണങ്ങളിലും കട്ട് ചെയ്ത പീസുകൾ തമ്മിൽ ചെറിയ ഷേപ്പ് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ആരെങ്കിലും ശ്രദ്ധിച്ചോ ആവോ? കാർഡ്ബോർഡിൽ ഒട്ടിക്കുന്നത് ദീർഘചതുരത്തിലുള്ള ഷേപ്പുകളാണ്, തൂക്കിയിടുന്നത് സമചതുരം പോലുള്ളവയും. അതുപോലെ ത്രികോണത്തിലുമുണ്ട് വ്യത്യാസം. ഭംഗി അനുസരിച്ച് വേറെ ഷേപ്പുകളും ഉപയോഗിക്കാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അങ്ങനെ ഏകദേശം അലങ്കാര പണികളൊക്കെ കഴിഞ്ഞു. ഇനി ഇത് തൂക്കിയിടാനുള്ള വകുപ്പ് ഉണ്ടാക്കണ്ടേ? അതിനെന്താണ് വേണ്ടതെന്ന് നോക്കാം. ആദ്യം ഈ കാർഡ്ബോർഡ് തിരിച്ചു വെച്ച് ഈ നൂലുകളൊക്കെ കെട്ടിട്ടും ഒട്ടിച്ചും ഒക്കെ ലെവൽ നോക്കി അഡ്ജസ്റ്റ് ചെയ്ത് ഉറപ്പിക്കണം. പിന്നെ മറ്റൊരു കാർഡ്ബോർഡ് എടുത്ത് ഇതേ വലുപ്പത്തിൽ കട്ട് ചെയ്ത് എടുക്കണം. അതിൽ ബലമുള്ള ചരടുകൾ 3 എണ്ണം തുല്യ അകലത്തിൽ ഹോളിട്ട് അതിലൂടെ കോർത്തെടുത്ത് തുമ്പുകൾ ഒന്നിച്ചു പിടിച്ച് കെട്ടിടണം. എന്നിട്ട് മറുവശത്തുള്ള ബാക്കി നൂലുകൾ വലിച്ചു ചേർത്ത് പിടിച്ച് കാർഡ്ബോർഡ് നേരെ നിൽക്കുന്നത് പോലെ അഡ്ജസ്റ്റ് ചെയ്ത് ഒരു കെട്ടിടണം. എന്നിട്ട് അതിന്റെ ബാക്കി നൂലുകൾ ഒന്നിച്ചു പിടിച്ചു കെട്ടി ഇത് തൂക്കിയിടുവാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. വണ്ണമുള്ള ചരടാണ് എടുക്കുന്നതെങ്കിൽ കെട്ടിട്ട ശേഷം ബാക്കിയുള്ളവ മുറിച്ചിട്ട് അതിൽ നിന്ന് ഒരെണ്ണം മാത്രം എടുത്ത് ഈ കുടുക്കിൽ കെട്ടിയ ശേഷം തൂക്കിയിടാനായി ഉപയോഗിക്കാം നമുക്ക്. ചരടുകളൊക്കെ കെട്ടിയ ശേഷം ഈ കാർഡ്ബോർഡ് നമ്മുടെ മെയിൻ കാർഡ്ബോർഡിന്റെ ബാക്ക് സൈഡിൽ ഒട്ടിച്ച് ഉണങ്ങിയ ശേഷം ഇഷ്ടമുള്ളിടത്ത് കെട്ടി തൂക്കി ഭംഗി ആസ്വദിക്കാം. ഇവിടെ സീലിംഗിലുള്ള കൊളുത്തിൽ കെട്ടിയിട്ട് താഴെ നിന്ന് മേൽപോട്ട് നോക്കിയപ്പോൾ കണ്ട കാഴ്ച എന്റെ അമ്മോ എന്തൊരു രസമായിരുന്നെന്നോ. ഉണ്ടാക്കുമ്പോൾ ഇത്രയും വിചാരിച്ചില്ല ഞാൻ. കയ്യിൽ ഉയർത്തി ലെവൽ നോക്കിയപ്പോഴും മനസ്സിലായില്ലെന്നേ. നമ്മുടെ തലയ്ക്ക് മുകളിൽ ഉയർത്തി കെട്ടിയിട്ട് അടിയിൽ നിന്ന് വന്ന് നോക്കണം. കിടുവാണ്. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ല, സംഭവം കിടുവാണ്. വീഡിയോയിൽ നേരിട്ട് കാണുന്ന ഗെറ്റപ്പ് ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ. എത്ര വീഡിയോ എടുത്തെന്നോ ഞാൻ, ഒന്നും അങ്ങോട്ട് തൃപ്തിയായില്ല. അല്ലെങ്കിലും ചില കാഴ്ചകൾ ക്യാമറയേക്കാൾ നന്നായി നമ്മുടെ കണ്ണിലായിരിക്കും കിട്ടുന്നത്. ചിലപ്പോൾ തിരിച്ചുമാകാം. എന്തായാലും ഇത് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞ് താഴെ നിന്ന് അത് നോക്കി കണ്ടപ്പോൾ ഒത്തിരി സന്തോഷമായി എനിക്ക്. പറ്റുന്നവരൊക്കെ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ആ ശ്രമം ഒരിക്കലും പാഴാവില്ല. ആ കാര്യത്തിൽ ഞാൻ ഉറപ്പു തരുന്നു. പിന്നെ അഭിപ്രായങ്ങൾ പറയുമല്ലോ അല്ലേ? അത് കേൾക്കാൻ ഞാൻ കാത്തിരിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും എത്താം. ബായ്.